നമ്മുടെ ടോപ്പിക് 4-നകത്ത് ട്രിഗണോമെട്രിക് ലിമിറ്റ് ആണ്. അതായത് ട്രിഗണോമെട്രിക് ലിമിറ്റ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റാണ്. കാരണം അതിനകത്ത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് പല ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. അതിനകത്ത് എ പാർട്ടാണ്. ഇവിടെ നോക്കുക, ലിമിറ്റ് രണ്ട് ഫോർമുലയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1. രണ്ടാമത്തെ ലിമിറ്റ് എക്സ് ടെൻ ടു 0 ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1. ഇതാണ് ട്രിഗണോമെട്രിക് ലിമിറ്റിൻ്റെ പ്രത്യേകത. അതായത് ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ഈ നമ്പറും ഒരുപോലെ വന്നാൽ ആൻസർ 1 കൊടുക്കുക. അത് കണ്ടോ, എക്സ് 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 അത് വന്ന ആൻസർ നമുക്ക് 1 വരും. ഇതാണ് ട്രിഗണോമെട്രിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇത് വെച്ച് നമുക്ക് ഓരോ ടൈപ്പ് പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. അതിനകത്ത് എ പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, എക്സ് ടെൻ ടു 0 സൈൻ 3x ഡിവൈഡഡ് ബൈ എക്സ് ആണ്. ഇവിടെ നോക്കിയേ മക്കളെ, നമുക്ക് എന്ത് വേണം? ഈ 3 നമ്പറും ഇവിടെയും ഒരുപോലെ വന്നാലാണ് അത് ആൻസർ 1 ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ 1 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏത് നമ്പർ ചേർക്കണം എന്ന് നോക്കാം. ഇവിടെ നോക്കുക, ലിമിറ്റ് എക്സ് ടെൻ ടു 0 നമ്മൾ ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. സൈൻ 3x ബൈ എക്സ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അത് അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കിടക്കുന്ന നമ്പർ ഏതാന്ന് നോക്കണം. 3 അല്ലേ? ആ 3 ഇവിടെ ചേർത്തു, ഇൻറ്റു ഇവിടെ 3 ചേർത്തു, അപ്പോൾ അത് ഇവിടെ 3 ചേർത്തു. നമ്മൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ഇറക്കി എഴുതിയിട്ട് മാത്രമേ നമ്പർ ചേർക്കാമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം എന്തായി? 1 ആയി. അപ്പോൾ 1 ഇൻറ്റു 3 ആൻസർ എന്തായി? ഇതേ 3 ആയി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, ലിമിറ്റ് എക്സ് ടെൻ ടു 0 ഇപ്പോൾ സൈൻ 4x ഡിവൈഡഡ് ബൈ 5x ആണെന്ന് വെച്ചോ. ഇവിടെ നമ്മൾ എക്സിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് 5, ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ എക്സിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ട്. ആദ്യം നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ 4x ഡിവൈഡഡ് ബൈ എക്സ് എന്നാകും. അതെന്താ ചെയ്യണേ? എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ 4x ബൈ എക്സ് ആവും. അടുത്ത സ്റ്റെപ്പിൽ 1/5 ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ 4x ബൈ എക്സ് എഴുതും. ഇനി നമ്മൾ ഏത് നമ്പറാണ് അവിടെ 1 ആക്കാൻ ചേർക്കേണ്ട? 4 അല്ലേ? അപ്പോൾ ഈ 4xും ഇവിടെ 4xും വന്നാലേ ഇത് 1 ആവുള്ളൂ. അപ്പോൾ ഇവിടെ 4 ചേർത്തു, അപ്പോൾ ഇൻറ്റു 4 വന്നു, ഇവിടെ 4 വന്നു. അപ്പോൾ നമ്മുടെ ഇത്രയും ടേം എന്തായി മാറി? 1 ആയി മാറി. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 1/5 ഇൻറ്റു 1 ഇൻറ്റു 4 ആയി. ആൻസർ 4/5 ആയി. ഇനി നമുക്ക് ഈ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വരുന്ന കോൺസ്റ്റൻറ്റുകളാണ് 4 ഡിവൈഡഡ് ബൈ 5. കറക്റ്റായിട്ട് ഇവിടെ വരുന്ന കോൺസ്റ്റൻ്റ് അല്ലേ നമ്മുടെ ആൻസർ? 4/5 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ അറിയാം. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റെപ്പ് എഴുതുക, അതിൻ്റെ ആൻസറിലേക്ക് എത്തുക. ഇനി തേർഡ് വൺ നോക്കുക, ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ 8x ബൈ 3 ഡിവൈഡഡ് ബൈ 2x ആണെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 5 ഓടെ ഉണ്ട്, വേറൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഉണ്ട്. ആദ്യം പുറത്തെടുക്കുന്ന ഈ 5 കോൺസ്റ്റൻറ്റും ഈ 2 കോൺസ്റ്റൻറ്റും നമ്മൾ പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഏതാണ്? 5 പുറത്തേക്ക് വന്നു, 2 പുറത്തേക്ക് വന്നു. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു 0 എഴുതി. ഏതാണ്? സൈൻ 8x ബൈ 3 ഡിവൈഡഡ് ബൈ എക്സ് എഴുതി. ആ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ ഒരു ഏതാണ്? 8/3 ചേർക്കാം. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതുണ്ടോ അവിടെ തന്നെ ചേർക്കാം. 8/3 ചേർത്തു, ഇവിടെ 8/3 ആയി, ഇവിടെ 8/3 ആയി. അപ്പോൾ ഇത്രയും സാധനം എന്തായി മാറി? 1 ആയി. അപ്പോൾ 5/2 ഇൻറ്റു 1 ഇൻറ്റു 8/3 ആയി. അപ്പോൾ ആൻസർ 14 ഡിവൈഡഡ് ബൈ 6 ആയി. നമ്മുടെ ആൻസർ ആയി. കറക്റ്റ് നമുക്ക് നോക്കാം. 5 ഇൻറ്റു 8 14 ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഒരു 3 ഓടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് വരുന്ന നമ്മുടെ കോൺസ്റ്റൻ്റ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആൻസർ ചെക്ക് ചെയ്യാം. 5 ഇൻറ്റു 8/3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നോക്കി 14 ഡിവൈഡഡ് ബൈ 6 കറക്റ്റ് ആൻസർ അല്ലേ? നോക്കി കണ്ടോ, 14 ഡിവൈഡഡ് ബൈ 6 ആയി. അപ്പോൾ നമുക്ക് ആൻസർ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ഡേ. താങ്ക് യു.